മംഗലം സുന്നത്തല്ലേ? വിവാഹം സുന്നത്താണ്. ലളിതമായ വിവാഹമാണ് ഇസ്ലാമിൻ്റെ വിവാഹം. ഞാൻ സാന്ദർഭികമായി പറയുന്നു, ഇസ്ലാമിൻ്റെ വിവാഹം എന്നുള്ളത് വളരെ ലളിതം. ഒരു കാക്കയും ഒരു മരുമോനും 2 സാക്ഷികളും. ഉസ്താദ് പറയാൻ കഴിഞ്ഞ ഉസ്താദും വേണ്ട, അവരെന്നെ എൻ്റെ മോളെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തെന്നു, ഞാൻ സ്വീകരിച്ചു, തീർന്ന്. 2 വാക്ക് കൊണ്ടാണ്, അക്കതാണ്. 2 ആൾ 2 വാക്കുകൾ പറഞ്ഞാൽ വലിയൊരു കെട്ടാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് അല്ലഫല്ലാഹു ബൈന, 2 ആൾക്കിടയിൽ അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല അടുപ്പിച്ചു കൊടുക്കും. വാക്കിൻ്റെ ആ ശക്തിയാണ്. ഇസ്ലാം എത്ര സുന്ദരമാണ്! ഈ സുന്ദരമായ വിവാഹം എന്നുള്ള, നിക്കാഹ് എന്നുള്ള ഈ ചെറിയ കർമ്മത്തെ ഇന്ന് ഏത് രൂപത്തിലാണ് ആക്കുന്നത്? ഇന്ന് ചില ബാല്യക്കാരുടെ അവസ്ഥ ചെല്ലുകൾ ഫോം വിളിച്ച് ചെല്ലാൻ ഉസ്താ, പണ്ടൊക്കെ നിങ്ങോ വരദക്ഷിണയ്ക്ക് കുറേ വയൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീധനം വാങ്ങുന്നതിനെ കുറിച്ച് കുറേ വയൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നേരെ ഉൾട്ടായിട്ടുണ്ട്. എന്ത്? പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാത്ത അവസ്ഥ ആയിട്ടുണ്ട് എന്ന്. എന്തേന്ന് ചോദിച്ചപ്പോൾ യുവാക്കൾ പറയുന്ന, ഉസ്താദേ, പെണ്ണിനെ കാണാൻ പോകുമ്പോൾ തുടങ്ങും കുറേ ചോക്ലേറ്റും കുറേ അതും ഇതും എല്ലാം ആദ്യം കൊണ്ടുപോകണം. എന്നിട്ട് ഡിമാൻഡ് ഇത്ര പവൻ്റെ സ്വർണ്ണാവണം, ഇന്ന് ഇത്ര വിലൻ്റെ ചെറുപ്പാവണം, ഇത്ര വിലൻ്റെ സാധനമാവണം, ഇത്ര രൂപൻ്റെ ചോക്ലേറ്റ് ആവണം, എൻ്റെ കുടുംബത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ എനിക്ക് കുറയാൻ പാടില്ല. ഒരു പാവപ്പെട്ട ചെറിയ ജോലി ചെയ്യുന്ന ഒരു യുവാവിന് കല്യാണം കഴിക്കണമെങ്കിൽ ബാങ്കിൽ പോയിട്ട് പലിശക്ക് വട്ടിക്ക് പൈസ വാങ്ങിയിട്ട് മംഗലാവേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഒന്ന് ചെല്ലണം ഉസ്താദേ എന്ന് പാലക്കാട് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇതാര് പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചത്? ഇസ്ലാമിൻ്റെ. ഇപ്പം നമ്മളൊക്കെ പഴയ ആൾക്കാർ 40 കൊല്ലം 50 കൊല്ലം ആയ ആൾക്കാരുണ്ട്, അവരൊന്നും വിവാഹം കഴിച്ചിട്ടില്ലേ? അവരിങ്ങനെ ലൈനായിട്ട് ചോക്ലേറ്റ് കൊടുത്തേനാ ഉണ്ടാ ചെല്ലി? ഇല്ല. ഞങ്ങളുണ്ടാക്കി പുതിയ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളാകുമ്പോൾ യഹൂദികളുടെയും നസ്രാനികളുടെയും എല്ലാ ഹെജ്ജ് അവരെ ചവിട്ടടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതിനെങ്ങനെ നമ്മൾ ഫോളോ ചെയ്യും, എൻ്റെ ഉമ്മത്ത് ഫോളോ ചെയ്യും, പിൻപറ്റും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാം ഇന്ന് അതിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയം. ആ ചർച്ചയില്ല, അതും ചർച്ച ചെയ്യേണ്ടതാണ്. കല്യാണത്തിൻ്റെ പേരിൽ നടക്കുന്നതായ വേണ്ടാത്തരങ്ങൾ ഇനി നിശ്ചയം അങ്ങനെ തീർന്ന്. ഇനി കല്യാണത്തിൻ്റെ അന്ന്, കല്യാണത്തിൻ്റെ മുന്നേ ദിവസം, കല്യാണത്തിൻ്റെ അന്ന്, നിക്കാഹിൻ്റെ പിറ്റേ ദിവസം താളവും മേളവും ഇതൊക്കെ നമുക്ക് വിരോധിക്കണ്ടേ? ഇനെ നിർത്തണ്ടേ? ഇതാണ് ഇസ്ലാമികമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ഇസ്ലാമിൻ്റെ പേരിൽ വിവാഹം എന്ന സുന്ദരമായ ഹലാലായ രൂപത്തിൽ നമ്മുടെ ഒരു ഭാര്യയുമായി സല്ലപിക്കാൻ വേണ്ടി ഹലാലിനെ തേടുന്ന നിക്കാഹ് എന്ന സുന്ദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ കാര്യത്തെ നാം തുടക്കം മുതലേ ഹറാമ് കൊണ്ട് തുടങ്ങിയാൽ അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ എങ്ങനെയായിരിക്കും? ഞാൻ നല്ല കണ്ട ഒരു കുട്ടി ഉമ്മ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മാൻ്റെ കഴുത്തിലേക്ക് കത്തി വെച്ചത് കണ്ടില്ലേ? എല്ലാ വാട്സപ്പിൽ വന്നില്ലേ? മക്കളെവിടെ എത്തി? അപ്പം നമ്മുടെ തുടക്കം തന്നെ തെറ്റുന്നുണ്ട്. ഇതെല്ലാം അനിസ്ലാമികമാണ്. അപ്പോൾ അനിസ്ലാമികമായ കാര്യങ്ങൾ ഉറൂസിൻ്റെ എവിടെയായാലും, മീലാദിൻ്റെ പേരിലായാലും, കല്യാണത്തിൻ്റെ പേരിലായാലും, മൊയ്ലാഞ്ഞിൻ്റെ പേരിലായാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി നാം എല്ലാവരും നമ്മുടെ യുവാക്കൾ സജ്ജരാവണം, നമ്മുടെ വിവാഹമാകുന്ന പെൺകുട്ടികൾ സജ്ജരാവണം. അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറയണം. റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്ത, ദീനിൽ കൽപ്പിക്കാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമുക്ക് വേണ്ട. ഏതെല്ലാം രൂപത്തിലാണ് ഇന്ന് കല്യാണത്തിൻ്റെ ആ വേദികൾ നടക്കുന്നത്? അള്ളാഹു നമ്മെ കാക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇനി കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, വീട്ടിൽ കൂടുന്ന സമയത്തോ പാതിരാ സമയം വരെ 3 മണി 4 മണി വരെ ഈ ചെക്കനെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അടുക്കാണ് ഒരു സംഭവം വന്നത്. എന്താണ്? ഈ മംഗലത്തിൻ്റെ റൂമിലേക്ക് ഫാനിലേക്ക് മുളകിൻ്റെ പൊടി ഇട്ടിട്ട് കറങ്ങുമൊക്കെ എല്ലാവരും കണ്ണിലും മുളക്. ഇതല്ലേ എന്ത് സ്വഭാവമോ? കേരളത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വഭാവം കേട്ട് ഈ ചെക്കൻ്റെ പുതിയ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അറയിലേക്ക് പോകുമ്പോൾ ചെക്കനെ വിളിച്ചുകൊണ്ട് ചങ്ങായിമാർ പോകുന്ന റോട്ടിൽ പോയിട്ട് ഓൻ ആടെ ഈടെ തുനിയാവൊക്കെ വട്ടം കറക്കി രാത്രി 3-3:30 മണിയാകുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പുതിയ പെണ്ണിൻ്റെ അറയിലേക്ക് കൊണ്ടുവന്നു. എന്ത് പുതിയൻ്റെ പറയില്ല, അറയിലുള്ള കട്ടിലല്ല, അതിൻ്റെ കാലും അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് കിടത്തിയിരുന്നു. എന്ത് തെണ്ടിത്തരമാണ് ഇത് ചെയ്യുന്നത്? ഇത് ഏത് ഇസ്ലാമാണ്? ആര് പഠിപ്പിച്ചതാണിത്?
ഇതുപോലത്തെ അനാചാരങ്ങൾ, അത് വിവാഹമായാലും മൊയ്ലാഞ്ചി ആയാലും വിരുന്നായാലും ഉറുസായാലും മീലാദായാലും ഈ ഉമ്മത്ത് അതിനെ നിർത്തണം. ഇല്ലെങ്കിൽ